നമ്മളിപ്പോൾ ലെമൂർ ബീച്ചിലാണ് ഉള്ളത്. ബോർഡൊക്കെ കീറിയിരിക്കുകയാണ്. കേട്ടോ, ഈ കടൽ തീരം വളരെ ആഴമുള്ളതിനാലും ശക്തമായ തിരമാല ഉള്ളതിനാലും കടലിൽ ഇറങ്ങാൻ അനുമതിയില്ല. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഞങ്ങൾ ബീച്ചിലോട്ട് നടന്നു പോവുകയാണ്. സൂപ്പർ ബീച്ചാട്ടോ, നല്ല ഭംഗിയുണ്ട് കാണുന്നതിന്. നന്നായിട്ട് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബീച്ചിൽ ഇരിക്കുന്നതിനൊക്കെ ആയിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളും ഇപ്പോൾ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കടൽ തീരം വളരെ ആഴമുള്ളതിനാലും ശക്തമായ തിരമാല ഉള്ളതിനാൽ കടലിറങ്ങാൻ അനുമതിയില്ല. സമയം 4:30 മണിയായി കേട്ടോ, വൈകുന്നേരം. നല്ല ആളുകൾ ധാരാളം ഉണ്ട്. പക്ഷെ അവിടെ എല്ലായിടത്തും റെഡ് ഫ്ലാഗ് വെച്ചിട്ടുണ്ട്, അതിനപ്പുറം പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, കടൽത്തീര സൂപ്പറായിട്ടുണ്ട്. ചാടിമരം ചുറ്റും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, നല്ല രസമായിട്ട് ഉണ്ട്. ഇവരിവിടെ ഇരിക്കുകയാണ്. തീരത്തുനിന്ന് ഒരുപാട് പേര് ക്രിക്കറ്റ് കളിയും ഫുട്ബോൾ കളിയൊക്കെ ആയിട്ട് അങ്ങനെ ടൈം പാസ് ചെയ്യാണ്. നല്ല ഭംഗിയില്ലേ കാണുന്നതിന്. വേരുകൾ കണ്ടാൽ മനസ്സിലാവും തിരമാല ഇതുവരെ വരുന്നുണ്ടെന്നുള്ളത്. കണ്ടില്ലേ, ഇതെല്ലാം മരത്തിൻ്റെ വേരുകൾ കണ്ടോ. ശരിക്കും നമ്മൾ ഇരിക്കുന്നത് ഏറ്റവും കരഭാഗമായത് കണ്ടല്ലേ, ഇതുവരെയും വെള്ളം വരുന്നതിൻ്റെ അർത്ഥം. വെറുതെ അല്ല അതിനകത്ത് ബോർഡ് വെച്ചിരിക്കുന്നവർ. ആരെയും കടലിൽ ഇറങ്ങാൻ വിടുന്നില്ല കേട്ടോ. അവർ ജസ്റ്റ് അതിൻ്റെ കരയിലോട്ട് ആ തിരയുടെ അടുത്തോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ വിസിലടിച്ച് ആളുകളെ അകത്തേ പുറത്തോട്ട് മാറ്റുന്നവർ. പോകുന്ന ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന ആളുണ്ട്. പുള്ളി എക്സർവിസ്മാനാണ്. ഇപ്പോൾ ഇവിടുത്തെ ഡ്യൂട്ടി നോക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതായത് ഈ കാണുന്ന തിര കാണുന്നില്ല, ഇതാ തിര കാണുന്നതിന് തൊട്ട് താഴെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് 20-22 അടിയാണ് താഴ്ച വരുന്നത്. അപ്പോൾ ഒരാൾ പെട്ടെന്ന് തിരയിലോട്ട് പെട്ട് കഴിഞ്ഞാൽ നേരെ 20 അടി താഴ്ചയിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നീന്തൽ അറിയാത്തവരാണെങ്കിൽ ഡെത്ത് ഉറപ്പാണെന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക, അവിടെ വരുമ്പോഴത്തേക്ക് കാല് നനയ്ക്കാനാൻ പോലും കടലിലോട്ട് ഇറങ്ങരുതെന്നാണ് അവർ പറയുന്നത്. അത്രയും അപകടം നിറഞ്ഞൊരു കടലോര പ്രദേശമായത്. അത് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും അത് പറയുന്നത്. കണ്ടല്ലോ, ഇവിടെ റെഡ് ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. അതായത് ദൂരെ അവർ നിൽക്കുന്നതിൻ്റെ പുറകുവശത്തും ഫ്ലാഗ് ഉണ്ട്. കണ്ടല്ലേ, ഇത്തരത്തിൽ എല്ലായിടത്തും റെഡ് ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. ഒരാളതാ കാല് നനയ്ക്കാനെന്ന് മറ്റിൽ പോകുന്നുണ്ട് അങ്ങോട്ടേക്ക്. എത്ര പറഞ്ഞാലും ആളുകൾ കേൾക്കില്ല. അതാ നോക്കി ഒരാൾ പോകുന്നുണ്ടോ. കൃഷ്ണയും പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അവിടേക്ക് ഒരുപാട് പേര് ഇരിപ്പുണ്ട്. കണ്ടല്ലോ, നോക്കി. ആ ഭാഗത്ത് ഐസ്ക്രീം ഇത്തരത്തിലുള്ള സ്നാക്സും ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങളാണ്. സ്നാക്സ്, ഐസ്ക്രീം അതൊക്കെ കിട്ടുന്ന ഏരിയ ആണത്. ആ കാണുന്നത് കണ്ടല്ലേ. എന്തായാലും ബീച്ചിനെ കുറിച്ചുള്ള ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ വരുന്ന വഴിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം. അതായത് തിരുവനന്തപുരം ഭാഗത്തുനിന്ന് വരുമ്പോൾ തക്കല കഴിഞ്ഞ് കുമാരകോവിൽ ജംഗ്ഷൻ, അത് കഴിഞ്ഞിട്ട് തക്കല, അത് റെയിൽവേ മുകളിൽ കൂടുന്നൊരു പാലമുണ്ട്. ആ പാലം കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പിലോട്ട് റൈറ്റ് സൈഡിലേക്ക് വരുന്ന വഴിയാണ്. ഗൂഗിൾ മാപ്പ് ഇട്ട് വരിക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടവഴികളാണ് മാക്സിമം ഉള്ളത്. അതുകൊണ്ട് മാക്സിമം ഗൂഗിൾ മാപ്പ് നിങ്ങൾക്ക് ശരിക്കും യൂസ്ഫുൾ ആയിരിക്കും. മെയിൻ റോഡിൽ നിന്ന് നിയർലി 16 കിലോമീറ്റേഴ്സാണ് ഈ ലെമൂർ ബീച്ചിലേക്ക്. ഓക്കെ, ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു പുതിയ വീഡിയോയുമായി വേറെ ദിവസത്തിൽ കാണാം. ബായ്.